ഇന്ന് നമ്മൾ പഠിക്കുന്നത് പേജ് നമ്പർ 77. പേജ് നമ്പർ 77-ൽ ഉത്തർ ലിഖേ എന്ന് പറഞ്ഞ് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫ് നന്നായി വായിച്ചതിന് ശേഷം അതിന് തൊട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് എഴുതാനാണ്. ഓക്കെ, അപ്പോൾ ഇത് മിസ്സ് ഇന്ന് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് മക്കൾ ഇതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യും. ആൻസേഴ്സ് മക്കൾ സ്വന്തമായി എഴുതിയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങളുടെ അസൈൻമെൻ്റാണ്. നിങ്ങൾ സ്വന്തമായി എഴുതിയിട്ട് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധയോടെ എല്ലാവരും ക്ലാസ് കേൾക്കുക. ഇത് നമ്മുടെ ദീപാവലി ഇപ്പോൾ കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആ ദീപാവലിനെ പറ്റിയുള്ള ഒരു പാരഗ്രാഫ്, ഓക്കെ, ഒരു പാരഗ്രാഫ് ദീപാവലിയെ പറ്റി ഒരു ഷോർട്ട് നോട്ട് പോലെ തന്നതാണ്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നന്നായി വായിച്ചിട്ട് ദീപാവലി എന്നുള്ള ആ പാരഗ്രാഫിൽ നിന്നും ആൻസേഴ്സ് കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ, ലിസൺ കെയർഫുള്ളി. പേജ് നമ്പർ 77. निम्नांकित खंड पढ़कर उसके नीचे दिए प्रश्नों के उत्तर लिखे. താഴെ തന്നിരിക്കുന്ന ഖണ്ഡ് എന്ന് പറഞ്ഞ പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ दीपावली भारत का प्रमुख त्योहार है. यह कार्तिक मास में आती है. दीपावली के दिन लक्ष्मी पूजा होती है. बच्चे पटाखे चलाते हैं, घर में पकवान बनाते हैं. दीपावली प्रकाश का त्योहार है. ഒന്നുകൂടെ വായിച്ചു തരാം. दीपावली भारत का प्रमुख त्योहार है. यह कार्तिक मास में आती है. दीपावली के दिन लक्ष्मी पूजा होती है. बच्चे पटाखे चलाते हैं, घर में पकवान बनाते हैं. दीपावली प्रकाश का त्योहार है. എന്താ മക്കൾക്ക് മനസ്സിലായത്? ദീപാവലി ഭാരതത്തിൻ്റെ പ്രമുഖ ത്യോഹാർ എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ആഘോഷങ്ങളിൽ ഒന്നാണ് ദീപാവലി. ദീപാവലി ഭാരത് കാ പ്രമുഖ ത്യോഹാർ ഹേ. ഭാരതത്തിലെ ഒരു വിശേഷപ്പെട്ട ആഘോഷമാണ്, ഉത്സവമാണ് ദീപാവലി. യഹ് കാർത്തിക മാസ് മേ ആത്തി ഹെ. ഇത് കാർത്തിക മാസത്തിലാണ് വരുന്നത്. എന്ന് വച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം നമ്മൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ അങ്ങനെയല്ലേ നോക്കുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ നമുക്ക് മലയാളം കലണ്ടറുണ്ട് അല്ലേ? മലയാളീസിന്, കേരളീയർക്ക് മലയാളം കലണ്ടറുണ്ട്. അപ്പം മക്കൾക്കറിയോ മലയാള മാസങ്ങൾ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, അങ്ങനെ പറഞ്ഞ് മലയാള മാസങ്ങൾ അത് നമ്മുടെ കേരളീയരുടെ മാത്രമാണ്. അതേപോലെ ഓരോ ദേശത്തിനും അവരുടേതായ കലണ്ടർ ഉണ്ടാവും. ഇംഗ്ലീഷിലുള്ള കലണ്ടർ ജനുവരി, ഫെബ്രുവരി എന്നുള്ളത് ലോകം മൊത്തമുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഓരോ സ്റ്റേറ്റിനും അവരുടേതായ ഭാഷയിൽ, അവരുടേതായ മാതൃഭാഷയിൽ അല്ലേ, അവരുടേതായ കലണ്ടർ ഉണ്ടാവും. അപ്പോൾ ആ കലണ്ടർ, ഹിന്ദിക്കാരുടെ കലണ്ടർ പ്രകാരം അവരുടെ കലണ്ടറിലുള്ള ഒരു മാസമാണ് കാർത്തിക് എന്ന് പറയുന്നത്, കാർത്തിക മാസം. ഓക്കെ, അപ്പോൾ ആ കാർത്തിക മാസത്തിലാണ് ദീപാവലി വരുന്നത്. ഓക്കെ, യഹ് കാർത്തിക മാസ് മേ ആത്തി ഹെ. ഇത് കാർത്തിക മാസത്തിലാണ് ആഘോഷിക്കുന്നത്. ദീപാവലി കെ ദിൻ ലക്ഷ്മി പൂജ ഹോത്തി ഹെ. ദീപാവലിക്ക് പ്രധാനമായും ലക്ഷ്മി പൂജയാണ് നടത്തുന്നത്. നോർത്തിലൊക്കെ വളരെ വിപുലമായി ആഘോഷിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അത്ര ഇല്ല അല്ലേ? ദീപാവലിക്ക് കുറച്ച് സ്വീറ്റ്സ് എല്ലാം വാങ്ങുന്നേ ഉള്ളൂ, പടക്കങ്ങൾ പൊട്ടിക്കും ചിലവർ. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അധികം അങ്ങനെ ആഘോഷിക്കുന്നില്ല. നേരെ മറിച്ച് ഗുജറാത്തിലും ഡൽഹിയിലും അവിടെയൊക്കെ ഭയങ്കരമായി ആഘോഷിക്കും. അവർ 5 ദിവസം ഫുൾ അവർ ദീപാവലി ആഘോഷിക്കുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂൾ ടൈം ആണെങ്കിൽ കുട്ടികൾക്ക് അത്രയും ഒരാഴ്ച ഹോളിഡേ കൊടുത്ത്
ആ ഒരാഴ്ച ദീപാവലിക്ക് മുന്നേ വീട്ടിലുള്ള പഴയ സാധനങ്ങളും എല്ലാം എടുത്ത് പുറത്തിട്ട് എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കണം. അങ്ങനെയാണ് ദീപാവലിക്ക് അവർ ആഘോഷിക്കുന്നത്. അതേപോലെ വീടും ചുറ്റുവട്ടവും ഒക്കെ വൃത്തിയാക്കി എന്നിട്ട് ദീപം തെളിയിച്ച് അല്ലേ, അങ്ങനെ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് വളരെ ഉത്സാഹപൂർവ്വം കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ് ദീപാവലി. അപ്പോൾ ദീപാവലി ഭാരത് കാ പ്രമുഖ ത്യോഹാർ ഹെ. ദീപാവലി ഭാരതത്തിലെ ഒരു പ്രമുഖ ഉത്സവമാകുന്നു. യഹ് കാർത്തിക മാസമേ ആത്തി ഹെ. ഇത് ഹിന്ദി കലണ്ടർ പ്രകാരം കാർത്തിക മാസത്തിലാണ് വരുന്നത്. ദീപാവലിക്ക് ദിൻ ലക്ഷ്മി പൂജ ഹോത്തി ഹെ. ദീപാവലിയുടെ ദിവസം ലക്ഷ്മി പൂജയാണ് നടത്തുന്നത്. ബച്ചെ പടാഖെ ചലാത്തെ ഹെ. കുട്ടികൾ എന്താണ് പടാഖെ എന്ന് പറഞ്ഞാൽ പടക്കങ്ങളാണ്. നമ്മൾ മലയാളത്തിൽ പടക്കങ്ങൾ എന്ന് പറയും അല്ലേ, പൊട്ടാസ്. അപ്പോൾ കുട്ടികൾ അന്ന് പടക്കങ്ങളൊക്കെ പൊട്ടിക്കും അല്ലേ. ബച്ചെ പടാഖെ ചലാത്തെ ഹെ. കുട്ടികൾ പടക്കം പൊട്ടിക്കുന്ന ദിവസമാണ്. പിന്നെയോ ഘർമേ പക്വാൻ ബനാത്തെ ഹെ. പിക്ചറിൽ കാണുന്നില്ലേ മക്കൾ, അവിടെ കമ്പിത്തിരിയും പൂക്കുറ്റിയും നിലച്ചക്രവും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ പടക്കങ്ങളൊക്കെ കത്തിക്കുകയും പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെന്താ വിശേഷം? ഘർമേ പക്വാൻ ബനാത്തെ ഹെ. വീട്ടിലാണെങ്കിലോ നല്ല പക്വാൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഐറ്റംസ് ആണ് അല്ലേ, വിശേഷപ്പെട്ട ഭക്ഷണ സാധനങ്ങളും സ്വീറ്റ്സും ഒക്കെ ഉണ്ടാക്കും. ദീപാവലി പ്രകാശ് കാ ത്യോഹാർ ഹെ. അതാണ് വെളിച്ചത്തിൻ്റെ ആഘോഷമാണ് ദീപാവലി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ജ്ഞാനം അല്ലെങ്കിൽ വെളിച്ചം, അജ്ഞാനം അല്ലെങ്കിൽ അന്ധകാരത്തിനെ അകറ്റിയിട്ട് ജ്ഞാനമാകുന്ന പ്രകാശം പരത്തുന്നതാണ് ദീപാവലി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പം തന്നെ മക്കൾ ആൻസർ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് വായിക്കുമ്പം തന്നെ മനസ്സിലാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദീപാവലി കിസ് മാസ് മേ ആതി ഹെ. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാത്രമേ ആൻസർ എഴുതാവൂ. അല്ലാതെ അതേപടി പാരഗ്രാഫ് കോപ്പി അടിച്ച് എഴുതി വെക്കരുത്. ക്വസ്റ്റ്യൻ എന്താണോ അതിനനുസരിച്ച് ആൻസർ എഴുതണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആൻസർ അവിടെ സാധാരണ നമ്മൾ ക്വസ്റ്റ്യനും ആൻസറും പഠിക്കുന്നില്ലേ, അതേപോലെ തന്നെ ആയിരിക്കണം ഇതും. അല്ലാതെ പാരഗ്രാഫ് അതേപടി പകർത്തി എഴുതരുത്. ഓക്കെ, ഒന്നാമത്തത് ദീപാവലി കിസ് മാസ് മേ ആത്തി ഹേ എന്നാണ് ചോദ്യം. ഏത് മാസത്തിലാണ്? മക്കൾ കണ്ടിട്ടുണ്ടല്ലോ, രണ്ടാമത്തെ സെൻറ്റൻസിലുണ്ട് അല്ലേ, യഹ് കാർത്തിക മാസ് മേ ആത്തി ഹേ എന്നാണ്. പക്ഷേ അവിടെ യഹ് എന്ന് പറയരുത്, കാരണം ക്വസ്റ്റ്യനിൽ ദീപാവലി എന്നുണ്ട്. അപ്പോൾ യഹ് എന്നുള്ളതിന് പകരം ദീപാവലി എന്ന് എഴുതണം അല്ലേ. എന്നിട്ട് ബാക്കി അതേപോലെ എഴുതുക, കാർത്തിക മാസ്മേ ആത്തി ഹേ. ബാക്കിയെല്ലാം ക്വസ്റ്റ്യനിലുള്ള പോലെ. കിസ് എന്നുള്ളിടത്ത് ഏത് മാസമാണ് അത് എഴുതുക. യഹ് എന്നുള്ളിടത്ത് ഏത് ഉത്സവത്തിനെ പറ്റിയാണ് പറയുന്നത് അതാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ദീപാവലിയെ പറ്റിയാണ് പറയുന്നത്, അതുകൊണ്ട് ദീപാവലി എന്ന് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദീപാവലി കെ ദിൻ കിസ്കി പൂജ ഹോത്തി ഹെ. ദീപാവലി ആയ ദിവസം ആരുടെ പൂജയാണ് നടത്തുന്നത്? ആ കിസ് എന്നുള്ളിടത്താണ് ആൻസർ വരേണ്ടത് അല്ലേ. കിസ്കി, കിസ്കി ആരുടെ, അറിയാലോ അല്ലേ. ദീപാവലി കെ ദിൻ ആരുടെ പൂജയാ? ലക്ഷ്മി പൂജ അല്ലേ, ലക്ഷ്മി പൂജ ഹോത്തി ഹെ. തേർഡ് ക്വസ്റ്റ്യൻ, ബच्चे ക്യാ കർത്തേ ഹെ. ബच्चे എന്ത് ചെയ്യുന്നു? കുട്ടികൾ എന്താണ് ചെയ്യുന്നത് ദീപാവലിക്ക്? ഇറ്റ് ഈസ് വെരി ക്ലിയർ, ബच्चे പടാഖെ ചലാത്തേ ഹെ. അവിടെ തന്നെ ഉണ്ട് അല്ലേ, അവിടെ ഒരു മാറ്റം വരുത്തണ്ട. ക്യാ എന്നുള്ളിടത്ത് പടാഖെ ചലാത്തേ ഹെ എന്ന് എഴുതുക. ക്യാ കർത്തേ ഹെ എന്താണ് ചോദ്യം, അവിടെ കർത്തേ ഹെ എന്ന് ആൻസറിൽ വരണ്ട, എന്ത് ചെയ്യുന്നു എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ ക്യാ കർത്തേ ഹെ എന്ന് ചോദിക്കുമ്പോൾ പടാഖെ കർത്തേ ഹെ എന്നൊന്നും എഴുതി വെക്കരുതേ, പടാഖെ ചലാത്തേ ഹെ എന്ന് തന്നെ എഴുതണം. നെക്സ്റ്റ്, ദീപാവലി കിസ്കാ ത്യോഹാർ ഹെ. ദീപാവലി എന്തിൻ്റെ ആഘോഷമാണ്? ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ലാസ്റ്റ് ലൈനിൽ പാരഗ്രാഫിൽ
ദീപാവലി പ്രകാശ് കാ ത്യോഹാർ ഹേ. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതെങ്ങനെ എഴുതണമെന്ന്. അപ്പോൾ ഇത് എഴുതിയിട്ട് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, മിസ്സ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് രൂപത്തിൽ ഗൂഗിൾ ക്ലാസ് റൂമിലിടും. അപ്പോൾ മക്കൾ അവിടെ തന്നെ ആൻസർ ചെയ്യണം. അതേപോലെ എക്സാം നടത്തിയാൽ എക്സാമിൻ്റെ ആൻസർ പേപ്പറും ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ അറ്റാച്ച് ചെയ്യണം. അവിടെ അറ്റാച്ച് ചെയ്യുന്ന ആൻസർ പേപ്പർ മാത്രമേ മിസ്സ് നോക്കുള്ളൂ. വാട്സപ്പിൽ അയക്കുന്നത് മിസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നോക്കിയിട്ട് കറക്ഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ തന്നെ ഇടണം. ഓക്കെ, ക്വാർട്ടർലി എക്സാമിന് കുറേ പേരുടെ പേപ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അതേപോലെ അവിടെ അറ്റാച്ച് ചെയ്തവർ തന്നെ എല്ലാവരും അറ്റാച്ച് ആയിട്ടില്ല. അതുകൊണ്ട് അതൊന്നുകൂടെ ചെക്ക് ചെയ്യണം. അവിടെ ഹാൻഡഡ് ഇൻ മാത്രം കാണുന്നുണ്ട്, പക്ഷേ നിങ്ങളെ പേപ്പർ കാണുന്നില്ല. നിങ്ങൾ ചെക്ക് ചെയ്യണം പേപ്പർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതിനനുസരിച്ച് മാത്രമേ മിസ്സിന് കറക്ഷൻ ചെയ്യാൻ പറ്റൂ. ഓക്കെ, നമഃ ശിവായ.